ഇറാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാൻ അതിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. 46 വയസ്സുള്ള ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ നിർണായക ഘട്ടം. പാശ്ചാത്യ ലോകത്തിന്റെ പ്രചാരണങ്ങളിൽ വീണു പോയവരാണ് പ്രതിഷേധിക്കുന്നതെന്നാണ് ഇറാനിയൻ ഭരണകൂടം ആരോപിക്കുന്നത്. ഇറാനിലെ ജനകീയ പ്രശ്നങ്ങൾ അപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത വിധം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹൈ5 വിശദമായി പരിശോധിക്കുന്നു. ഇറാൻ പരമാധികാരിയെ യുവത വിറപ്പിക്കുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിഷേധത്തിൽ ഇപ്പോൾ ഒഫീഷ്യലി സ്ഥിരീകരിച്ചിരിക്കുന്നത് 50ഓളം മരണങ്ങളാണ്. പക്ഷേ അല്ലാത്തുള്ള സ്ഥിരീകരണം അങ്ങനെയല്ല. 100-200ഓളം പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇങ്ങനെ ആളിപ്പടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനായി രാജ്യത്തുടനീളം ഇന്റർനെറ്റും നിലവിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചിലവിലും പ്രതിഷേധിച്ച് ഇറാനിലെ ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ തുടങ്ങിയ സമരം ഇപ്പോൾ അവിടെ മാത്രമല്ല വ്യാപിച്ചിരിക്കുന്നത്. ഈ ഇസ്ഫഹാൻ, അബാദാൻ, കർമാൻഷാ ഇവിടങ്ങളിലെല്ലാം ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ തുടങ്ങിയ സമരം ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളാണ് ഇതെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഒരു അമേരിക്കൻ ഡോളർ ഇപ്പം നിലവിൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ ഇറാൻ കൊടുക്കേണ്ടത് ചാക്കുകണക്കിന് റിയാലുകൾ നൽകേണ്ട സ്ഥിതിവിശേഷം. വിലപ്പെരുപ്പം അവിടെ 42%. ഭക്ഷ്യവസ്തുക്കളുടെ വില കയറിയത് 72%. മരുന്നിനും ആശുപത്രി ചെലവുകൾക്കും ഒക്കെയുള്ള നിരക്കിലുമുണ്ട് 50% വർധനവ്. അതായത് ഒരു ഡോളർ കിട്ടാൻ ഈ ഇറാൻ കൊടുക്കേണ്ടത് 42,000 ഇറാനിയൻ റിയാൽ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ വ്യാപാരം നടക്കുന്നത് ഒരു ഡോളറിന് 14 ലക്ഷം റിയാലിനെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. നോക്കൂ, ഒരു ഡോളറിന് 42,000 ഇറാനിയൻ റിയാൽ എന്ന് ഔദ്യോഗികമായി വിശദീകരണം വരുമ്പോൾ യഥാർത്ഥ സ്ഥിതി 42,000 ഇറാനിയൻ റിയാൽ അല്ല, പകരം ഒരു ഡോളറിന് 14 ലക്ഷം ഇറാനിയൻ റിയാൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഒരു ഡോളറിന് 14 ലക്ഷം റിയാലിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ 4-5 ചാക്ക് കറൻസിയുമായി പോയാൽ മാത്രമേ ഒരു ഡോളർ ലഭിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മൊബൈൽ ഫോണിന്റെ വിലയിലാണിത് മാരകമായി പ്രതിഫലിച്ചത്. 1,000 കോടി റിയാൽ ഉണ്ടെങ്കിൽ പോലും ഒരു മൊബൈൽ ഫോൺ കിട്ടാത്ത സ്ഥിതിയാണ് ഇറാനിൽ ഇപ്പോൾ. ഈ ചെറുപ്പക്കാരൊക്കെ പ്രതിഷേധിക്കുന്നതിൻ്റെ ആദ്യ കാരണവും ഈ മൊബൈൽ ഫോണുകൾ കിട്ടാനില്ലാത്തതും അതിന് വരുന്ന അമിതമായ വിലക്കയറ്റവും ഒക്കെയാണ്. അപ്പോൾ വിലക്കയറ്റം ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ചു കാലം മുൻപ് ഇറാനിലെ ഒരു കഫേയിൽ കയറുകയാണെങ്കിൽ, വൈകുന്നേരം ഒരു ചായ കൊടുക്കുക, ഒരു കഫേയിൽ കയറിയാൽ ചിലവ് 10,000 തുമാനായിരുന്നു. തുമാൻ എന്ന് വെച്ചാൽ 10,000 റിയാൽ ചേരുന്നതാണ് ഒരു തുമാൻ. ഇപ്പോൾ 5 ലക്ഷം തുമാൻ നൽകണം. 5 ലക്ഷം തുമാൻ എന്ന് പറഞ്ഞാൽ അത് 500 കോടി റിയാലാണ്. അപ്പോൾ ഇതാണ് ആ ഭീകരത, മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് ഇറാൻ ജനത തെരുവിൽ നിറയുന്നത് എന്നാണ് ചോദ്യം. ഇറാനിലെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ സ്വതന്ത്ര ദാഹികളായ യുവാക്കളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. മതരക്ഷയ്ക്ക് വേണ്ടിയല്ല അവരുടെ പ്രക്ഷോഭം, മറിച്ച് അവരുടെ പോരാട്ടം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചിലവിലും എതിരെയാണ് അവരുടെ പ്രതിഷേധമൊക്കെയും. ഓരോ ദിവസവും തെരുവിൽ ഇറങ്ങുന്നവരുടെ എണ്ണം കൂടുകയുമാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം കേവലം സർക്കാരിനെതിരെ മാത്രമുള്ളതല്ല. ഈ മുദ്രാവാക്യങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് അവരുടെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമനേയ്ക്കെതിരെയാണ്. സുപ്രീം ലീഡറാണ് ഇറാനിൽ നിലവിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. 36 വർഷത്തെ ആ ഏകാധിപത്യം കൂടിയാണ് ഇപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ ആടിയുലയുന്നത്. ആരാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഇസ്രയേലും അമേരിക്കയും ഒരേപോലെ വിലയിട്ടൊരാൾ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമാണ് ഈ ഖമനേയിക്കുള്ളത്. എന്നാൽ ഇപ്പോഴാകട്ടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു ഈ 86 വയസ്സുകാരൻ. മതപരമായി ഏറെ പ്രാധാന്യമുള്ള
മഷാദിലാണ് 1939 ആയത്തുള്ള അലി ഖമനൈ ജനിച്ചത്. ഷിയ മുസ്ലിം വിഭാഗത്തിൽ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഒരു പൗരോഹിത്യ കുടുംബമായിരുന്നു. ഖോമിലെ സെമിനാറിൽ നിന്നാണ് അദ്ദേഹം മതപഠനമൊക്കെ പൂർത്തിയാക്കിയത്. പിന്നീട് ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെയാണ് അദ്ദേഹം പോരാട്ടം നടത്തുന്നു. പിന്നീട് ഖമനൈ എന്നൊരു ജനകീയ നേതാവ് രൂപപ്പെട്ടു വരുന്നു. ജനകീയ പോരാട്ടങ്ങളിൽ പങ്കെടുത്തും പ്രക്ഷോഭങ്ങളെയൊക്കെ നയിച്ചും ഖമനൈ പേരെടുത്തു. രാഷ്ട്രീയത്തിൽ പിന്നീട് ഇറാൻ പൊളിറ്റിക്സ് അദ്ദേഹം സജീവമായി മാറുകയും ചെയ്തു. അതിനൊക്കെ ശേഷം ഷാ ഭരണകൂടത്തിന്റെ അട്ടിമറിക്കും ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അധികാര ശ്രേണിയിലെ പ്രധാനിയായി ഖമനൈ മാറുന്ന കാഴ്ച കണ്ടു. ഭരണകൂടത്തിൽ ഉയർന്ന മതാടിസ്ഥാന പദവികൾ ഇല്ലാതിരുന്നിട്ടും ഇറാൻ സൈന്യം, ജുഡീഷ്യറി, മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെയും നിയന്ത്രണം അതിവേഗത്തിൽ ഖമനയിലേക്ക് എത്തിച്ചേർന്നു. 1981 ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് അദ്ദേഹം പരമോന്നത നേതാവായി തന്നെ ചുമതലയേറ്റത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനാണ് ആ രാജ്യത്തെ പരമോന്നത നേതാവ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മത രാഷ്ട്രീയ അധികാര സ്ഥാനമാണിത്. പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവാണ്. അതുമാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ വിദേശ നയങ്ങൾ സംബന്ധിച്ചുമൊക്കെയുള്ള അന്തിമ തീരുമാനമെടുക്കുന്നതും അവിടുത്തെ പരമോന്നത നേതാവാണ്. അതിനൊക്കെയും പുറമെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് അവിടുത്തെ പരമോന്നത നേതാവിനാണ്. രാജ്യത്തിന്റെ രഹസ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ പരമോന്നത നേതാവിനാണ്. ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ് വരുന്നത്. ഇത് മാത്രമല്ല, ഇനി ഖമനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രാദേശിക പ്രോക്സി ശൃംഖല കെട്ടിപ്പടുത്തുന്നതിന് പിന്നിൽ ഖമനയ്ക്ക് ശക്തമായ ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എപ്പോഴും നിഴൽ യുദ്ധത്തിന്റെ സൂത്രധാരൻ എന്നുകൂടി പാശ്ചാത്യ രാജ്യം വിളിച്ചിരുന്നത്. ഇപ്പം ലെബനനിലെ ഹെസ്ബോളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾക്കൊക്കെയും സാമ്പത്തികമായ സഹായവും ആയുധവും ഒക്കെ നൽകുന്നതിന്റെ പേരിൽ ഇറാനും ഖമനയും പലവട്ടം ആരോപണ വിധേയരായിട്ടുണ്ട്. നിലവിൽ കാര്യങ്ങളൊക്കെയും സങ്കീർണമാണ്. പരമോന്നത നേതാവ് എവിടെ എന്നതിൽ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നില്ല. ഈ പ്രക്ഷോഭം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആരാകും അടുത്ത പരമോന്നത നേതാവ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ സംഘർഷത്തിന് മുൻപേ തന്നെ സജീവമായിരുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ പറയാൻ. ഖമനയുടെ മകൻ മുജ്തബ ഖമനയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം. ഈ പേരുകളിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം 5 പേരുകളാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. ഖമനയുടെ വിശ്വസ്തനായ അലി റസ റാഫിയുടെ പേര് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൂട്ടാളിയായ മുഹമ്മദ് ഗോൽ പയോഗാനിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയുടെ ചുമതലയുള്ള അലി അസ്ഗർ ഹെജാസിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ അഭ്യൂഹങ്ങളിലുള്ള പേരുകളാണ് ഈ കേൾക്കുന്നതൊക്കെയും. ഈ പേരുകളിലൊക്കെയും ഏറ്റവും മുൻതൂക്കമുള്ളത് ഇദ്ദേഹത്തിന് ഖമനയുടെ മകനായ മുജ്തബയ്ക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ 6 മക്കളിൽ രണ്ടാമതാണ് 55-കാരനായ മുജ്തബ ഖമീനി.